പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധിയും കതിരും രണ്ടും രണ്ട് പദ്ധതികളാണ്. കിസാൻ സമ്മാന നിധി ഒരു സബ്സിഡി സ്കീമാണ്. എന്നാൽ കതിർ എന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി മാത്രമാണ്. അത് ഇപ്പോൾ നിലവിൽ കതിർ ചെയ്താൽ മാത്രമേ കിസാൻ്റെ ഗഡു കിട്ടൂ എന്നുള്ളതൊരു വ്യാജ വാർത്തയാണ്. ഏതാനും ചില കൃഷിഭവൻ കിസാൻ്റെ എമൗണ്ട് മുടങ്ങിയവർ കൃഷി ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുന്ന് പറയുന്നത് കതിർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് വിവരങ്ങളെല്ലാം എൻ്റർ ചെയ്ത് അതിന് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇനി മുതൽ കിസാൻ്റെ ക്യാഷ് കിട്ടൂ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ആലപ്പുഴ കൃഷിഭവനാണ് ഇങ്ങനെ ആളുകളെ പറഞ്ഞിങ്ങോട്ട് വിടുന്നത്. ഇതൊരു തെറ്റായ കാര്യമാണ്. മറ്റ് കൃഷി ഓഫീസുകളിലെ നമ്പറുകൾ നിങ്ങൾക്ക് വിളിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാകും. അല്ലെങ്കിൽ കൃഷി ഡയറക്ടറേറ്റിൽ വിളിച്ച് നോക്കിയാലും കാര്യം മനസ്സിലാകും. എന്താണെന്ന് വെച്ചാൽ കതിർ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിയിൽ ഒരുപാട് അംഗങ്ങളെ ചേർക്കാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രമായിട്ടാണ് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാര്യം എന്താണ്, കിസാൻ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അതിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏതാനും 3-4 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് മുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. കിസാൻ മുടങ്ങിയിട്ടുള്ളവർ തൊട്ടടുത്തുള്ള CSC സെൻറ്ററുകളിൽ ചെന്നിട്ട് കിസാൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അതിലെന്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് കയറുന്നില്ല എന്ന് വ്യക്തമായി അവർ പറഞ്ഞു തരും. അതിനുള്ള പ്രതിവിധി മാത്രം ചെയ്താൽ മതി. എന്നാൽ കിസാൻ്റെ പൈസ മുടങ്ങാനായിട്ട് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളത് ലാൻഡ് വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്ത് കൃഷി ഓഫീസിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ കൃഷി ഓഫീസർ ഇത് അപ്രൂവ് ചെയ്യാതെ നിങ്ങൾ കതിർ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മളതിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. പദ്ധതി തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. കതിർ എന്ന പദ്ധതി തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അത് ക്രമേണ ആകും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ധൃതി പിടിച്ച് അതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ ഒരു കൃഷി ഓഫീസർക്കും അങ്ങനെ പറയാനുള്ള ഒരു അധികാരമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇത് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറയാനുള്ള അധികാരമില്ല. എന്നാൽ ഇവിടുത്തെ കൃഷി ഓഫീസർ, ആലപ്പുഴയിലെ കൃഷി ഓഫീസർ, അവിടുത്തെ ഉദ്യോഗസ്ഥരും നിരന്തരം ആളുകളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പദ്ധതിയിൽ ചേരാനായിട്ട്. മറ്റ് ജില്ലകളിലെ കാര്യം എനിക്കറിയില്ല. മറ്റ് ജില്ലകളിലുള്ളവർ യാതൊരു തരത്തിലും പേടിക്കേണ്ട. കിസാൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിസാൻ്റെ പൈസ കിട്ടും. കതിർ നിങ്ങൾ ക്രമേണ ചെയ്ത് വെച്ചാൽ മതി. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അത് കൃഷി ചെയ്യുന്നവർ അതിൽ എൻ്റർ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനിയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് ചെയ്യണം എന്നാണ്. അത് നിർബന്ധമാക്കിയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് കാര്യം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരുപാട് പ്രായമായ ആളുകൾക്കാണ് ഇത് മനസ്സിലാകാത്തത്. അപ്പോൾ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ അച്ഛനമ്മമാരോട് അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോടോ ഒക്കെ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.